ഇന്ന് നമ്മൾക്കൊരു ഇഫ്താർ ഇവൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഇഫ്താർ ഇവൻറ്റിലേക്ക് പോവുകയാണ്. ദുബായിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇഫ്താർ ഇവൻ്റ് എന്നറിയപ്പെടുന്ന വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ഇഫ്താർ ഇവൻറ്റിനാണ് നമ്മൾ പോകുന്നത്. സോ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. സോ ഈ സൈഡിൽ കാണുന്നതാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1979 ഈ ബിൽഡിംഗ് പണിതത്. ഈ ബിൽഡിംഗ് ആണ് ദുബായിലെ ഏറ്റവും ആദ്യത്തെ ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത്. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ദുബായ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം ബുർജ് ഖലീഫ വരുന്നത് പോലെ പണ്ട് കാലങ്ങളിൽ ആൾക്കാരുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് ഈ ഒരു ബിൽഡിംഗ് ആയിരുന്നു. ദുബായിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അറബ് ഹെൽത്ത്, ഗൾഫ് ഫുഡ്, ജൈടെക്സ്, അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് ഈ ഒരു വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ച് നടക്കാറുമുണ്ട്. എന്തിന്, ദുബായിലെ 100 ദിർഹത്തിൻ്റെ നോട്ടിൽ വരെ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലെത്തി. വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ഷേഖ് സയ്യിദ് ഹോൾ 1, 2 and 3 അങ്ങനെ 3 ഹോളുകളിലായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഇഫ്താർ ഇവൻറ്റ് നടക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഓ മൈ ഗോഡ്, റിയലി അമേസിങ് ഗൈസ്. ഇത്രയും വലിയ ഒരു ഇഫ്താർ ഇവൻറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഫുഡിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ഐഡിയ ഇല്ല. ഇപ്പം ഈ കാണുന്നതെല്ലാം വെറും സ്റ്റാർട്ടേഴ്സ് മാത്രമാണ്. പലതരം സാലഡ്സ്, പലതരം സാലഡ് ഡ്രസ്സിങ്സ്, പിന്നെ ഒരുപാട് തരം ബ്രെഡുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ സ്റ്റാർട്ടേഴ്സ് എല്ലാം തന്നെ അറബിക് സ്റ്റൈലാണ് കേട്ടോ. ഇതെല്ലാം കഴിക്കാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റൂല. അപ്പം ഞാൻ തൽക്കാലം എനിക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഐറ്റംസ് മാത്രം ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഫുഡ് വേസ്റ്റ് ആക്കി കളയുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ല. അപ്പം അതുകൊണ്ട് കഴിക്കും എന്ന് ഉറപ്പ് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇനി ആദ്യം സ്റ്റാർട്ടേഴ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. പിന്നെ ഈ കാണുന്നതെല്ലാം മെയിൻ കോഴ്സാണ്. മെയിൻ കോഴ്സ് പിന്നെ ഞാൻ അധികം കൊടുത്തില്ല, കാരണം എനിക്കിനി സ്റ്റാർട്ടേഴ്സ് കഴിച്ച് മെയിൻ കോഴ്സ് കഴിക്കാനുള്ള സ്ഥലമില്ല. ഒട്ടും വിശപ്പില്ല, സ്വീറ്റ്സ് വിഴുങ്ങാണ്. സത്യം പറയാലോ, സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും കഴിച്ചില്ലെങ്കിലും സ്വീറ്റ്സിൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും ഗൈസ്. നോർമലി എനിക്ക് സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം സ്വീറ്റ്സ് കഴിക്കാനാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെ കഴിക്കാതിരിക്കും അല്ലേ? ഇതൊക്കെ കഴിച്ചിട്ടുള്ള ആരോഗ്യം മതി എന്ന് തോന്നൂലേ ആർക്കായാലും? ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്വീറ്റ്സ്. ഇത് അറബിക് സ്വീറ്റ്സ് ആണ് കേട്ടോ. ഈ അറബിക് സ്വീറ്റ്സിൻ്റെ പേര് ബക്ലാവ എന്നാണ്. സത്യം പറഞ്ഞാൽ ഫുഡും സ്വീറ്റ്സും ഒക്കെ കഴിച്ച് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഗൈസ്. സോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. അതുവരെ ബൈ.